അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. നുക്കമ്മിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തുകൊണ്ട് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫാഇലുഹു യുസമ്മ ഡാഷ്. അതിനോട് യോജിച്ചത് ആൻസർ മഅറൂഫൻ. അഥവാ ഫിഅല് 2 ഇനമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ തന്നെയാണ് ഇത് ചോദ്യം വന്നിട്ടുള്ളത്. മഅറൂഫും മജ്ഹൂലും. ക്രിയയുടെ കൂടെ കർത്താവിനെ പറയപ്പെടുന്നത്, അഥവാ പ്രവൃത്തിയുടെ കൂടെ പ്രവൃത്തി ചെയ്ത ആൾ അറിയപ്പെടുന്നതാണ് എന്ത്? മഅറൂഫ്. പ്രവൃത്തി ചെയ്ത ആൾ അറിയാത്തത്, കർത്താവിനെ അറിയപ്പെടാത്തതാണ് എന്ത്? മജ്ഹൂലും. രണ്ടാമത്തെ ചോദ്യം, തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബും ചെയ്യും. ഏതാണ്? അസ്ബഹ. മസ്ദറുൻ. മൂന്നാമത്തെ ചോദ്യം, മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി മഫ്ഊലുൻ ലഹു. പ്രവൃത്തി ഉണ്ടായതിൻ്റെ കാരണം വിശദീകരിക്കുന്ന മസ്ദർ, അതാണ് മഫ്ഊലുൻ ലഹു. നാലാമത്തത് മിനൽ ലമീരിൽ മുത്തസിലത്തി, മുത്തസിലായ ലമീറിൽപ്പെട്ടതാണ്. ആൻസർ ലഹുമാ. അഞ്ചാമത്തെ ചോദ്യം, വൽ മുളാഫു ഇലൈഹി, വൽ മുളാഫു ഇലൈഹി മജ്റൂറുൻ. ആറാമത്തെ ചോദ്യം, അൽ ലമാഇറു തഖൂമു മക്കാനൽ ഇസ്മി. ലമീറുകൾ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നറിഞ്ഞു. ഏത് ഇസ്മിൻ്റെ? ആൻസർ അല്ലാഹിരി, ലാഹിറ ഇസ്മിൻ്റെ സ്ഥാനത്ത്. ഏഴാമത്തെ ചോദ്യം, ഇദാ ദഖല അലൽ ഫിഅലിൽ മുളാരി ജാസിമുൻ. മുളാരിയായ ഫിഅലിൻ്റെ ഫിഅലിൽ ജസ്മ് ചെയ്യുന്ന ആമിൽ കടന്നാൽ എന്ത് ചെയ്യും? ആൻസർ യുജ്സമു, അതിന് ജസ്മ് ചെയ്യും. എട്ടാമത്തെ ചോദ്യം, ഇസ്മുൻ യദുല്ലു അലാ മക്കാനി വുഖൂഇൽ ഫിഅലി. ഒരു പ്രവർത്തനം സംഭവിച്ച സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മാണെന്ത്? ഡാഷ് എന്നാണ്. അതിൻ്റെ ആൻസർ എന്താണ്? ലർഫു മക്കാന്. ഇനി രണ്ടാമത്തേത് നുജീബു, ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, അൽ ലർഫു നൗആനി മാഹുമ. ലർഫ് 2 ഇനമുണ്ട്, അവ ഏവ എന്നാണ് ചോദ്യം. ഇത് രണ്ടാമത്തെ പാഠം അർ-റിഹ്ല എന്നുള്ള പാഠത്തിലാണ് പറയുന്നത്. ലർഫ് 2 ഇനമുണ്ട്, ലർഫ് സമാന്, ലർഫ് മക്കാന്. ലർഫ് സമാൻ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ലർഫാണെന്ത്? ലർഫ് സമാന്. ലർഫ് മക്കാനോ ഒരു സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ലർഫാണ് ലർഫ് മക്കാൻ. രണ്ടാമത്തെ ചോദ്യം, അലാമാ തദ്ഖുലു ഇന്ന വ അഖവാത്തുഹ. ഇന്നയും അതിൻ്റെ അഖവാത്തുകളും സഹോദരന്മാരും എവിടെയാണ് പ്രവേശിക്കൽ എന്ന്. ഒൻപതാമത്തെ പാഠം അൽ ഖംറു ഉമ്മുൽ ഖബായിസ് എന്നുള്ള പാഠത്തിലാണ് ഇത് പറയുന്നത്. ഇന്ന അഖവാത്തുഹ, മുബ്തദയുടെയും ഖബറിൻ്റെയും മേലാണ് ഇന്ന അഖവാത്തുക പ്രവേശിക്കൽ. ഏതൊക്കെയാണ് ഇന്ന അഖവാത്തുകൾ? ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത. ഇത് പ്രവേശിച്ചാൽ സാധാരണ മുബ്തദക്ക് റഫ് ആണ് ഉണ്ടാവുക. അതെന്ത് ചെയ്യും? മുബ്തദക്ക് നസ്ബ് ചെയ്യും. ഖബറിന് പിന്നെ റഫ് തന്നെയാണ് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം, അൽ ഹുറൂഫുല്ലത്തി തൻസിബുൽ മുളാരിയ. മുളാരിയായ ഫെയിലിന് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ മാഹിയ, അവ ഏവ എന്നാണ്. നമ്മൾ അവസാനത്തെ പാഠം അല്ലാഹു ഖാലിഖുന എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് മുളാരിയായ ഫെയിലിന് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ. മുളാരിയായ ഫെയിലിന് നസ്ബ് ചെയ്യുന്ന ആമിലുകൾ 4 എണ്ണമാണ്. ഒന്ന് അൻ, ലൻ, കൈ, ഇദൻ.
ആ പാഠത്ത് തന്നെയാണ് മുദാരിയായ ഫെയിലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകൾ. അത് 5 ഉണ്ട്. ഇന്ന്, ഇൻ, ലം, ലമ്മ, അമ്രിൻ്റെ ലാമ്, നഹിയുടെ ലാം. ഇനി 4ാമത്തെ ചോദ്യം, ഉറൂഫുൽ അത്ഫി, അത്ഫിൻ്റെ അറഫുകൾ, കം ഹിയ, അത്ഫിൻ്റെ അറഫുകൾ എത്ര എണ്ണമുണ്ട് എന്ന്. 5ാമത്തെ പാഠം മക്കത്തു വൽ മദീന എന്ന പാഠത്തിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഈ വിഷയം അത്ഫിൻ്റെ അറഫുകൾ 10 എണ്ണമാണ്. അഷറത്തുൻ എത്രണ്ണമാണ്? 10 എണ്ണമാണ്. ഔ, ബൽ, ഹത്ത, ഫാ, വാവ്, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഇതാണ് അത്ഫിൻ്റെ അറഫുകൾ. ഇനി 5ാമത്തെ ചോദ്യം, അൽ ലമാഇറു നൗആനി മാഹുമ, ലമീറുകൾ 2 ഇനമാണ്, അവയേവ. 8ാമത്തെ പാഠം ജസാക്കല്ലാഹു ഖൈറ, അതിനാണ് ലമീറുകളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ആൻസർ മുത്തസിലായ ലമീറുണ്ട്, മുൻഫസിലായ ലമീറുണ്ട്. ലമീറുൽ മുത്തസിൽ, ലമീറുൽ മുൻഫസിൽ. അടുത്തത് നുഅർരിബു, അറബിയാക്കാനാണ്. 1ാമത്തെ ചോദ്യം, ഞാൻ 7ാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? അന ദാരിസുൻ ഫിസ്സൊഫിസാബിയ, അല്ലെങ്കിൽ അന ത്വാലിബുൻ ഫിസ്സൊഫിസാബിയ. 2ാമത്തത്, ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് എഴുന്നേറ്റ് നിന്നു. ജാ അൽ ഉസ്താദു ഫഖുംന ഇജ്ലാലൻ ലഹു. 3ാമത്തെ ചോദ്യം, ഇന്ന് ഞാൻ പരിപൂർണമായ വുളൂ ചെയ്തു. അൽ യൗമ തവല്ലഅ്തു വുളൂഅൻ കാമിലൻ. 4ാമത്തെ ചോദ്യം, ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു. സ്വല്ലൈതു സ്വലാത്ത തഹജ്ജുദി. 5, ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു. മശൈതു ഖൽഫ അബി. അടുത്തത് നുതർജിം എന്നാണ്, അഥവാ അറബി തന്നിട്ട് അതിനെ നമ്മളെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ. 1ാമത്തെ ചോദ്യം, സ്വല്ലൈന റകഅത്തൈനി തഹിയ്യത്തൻ ലിൽ മസ്ജിദി. ഞങ്ങൾ പള്ളിക്ക് തഹിയ്യത്തായി 2 റകഅത്ത് നിസ്കരിച്ചു. 2, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക. 3ാമത്തെ ചോദ്യം, ഇന്ന സ്വലാത്ത വാജിബത്തുൻ അലൈന. നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു. 4ാമത്തെ ചോദ്യം, യസീറു ഷാരിബുൽ ഖംറി മരീളൻ. മദ്യപാനി രോഗിയാകും. അടുത്തത് നൽബിത്ത് ബിൽ അഷ്കാൽ, അതിന് ഹർക്കത്തുകൾ നൽകാനാണ്. 4 ചോദ്യമുണ്ട്. 1, സല്ലംതു അലൽ ഉസ്താദി. ലറബൽ വാലിദു വലദഹു തഅദീബൻ. ഇന്നൽ ഖംറ വൽ മുഖദ്ദറാത്തി ഹറാമുൻ അലൈന. നളറ റജുലു അദുവഹു നളിറത്തൽ ഓളബി. അടുത്തത് നുതമ്മിമു, പൂർത്തിയാക്കാനാണ്. ഈ പാഠത്തിൻ്റെ ഒക്കെ അവസാനത്തിൽ വരുന്ന ചെറിയ ചെറിയ പദ്യങ്ങളൊക്കെയാണിത്. 1ാമത്തേത് യുൻസബു മഫ്ഊലൻ ലഹു ഡാഷ് വദിൻ. 3ാമത്തെ പാഠത്തിൽ സജദന ശുക്രൻ ലില്ലാ എന്നുള്ള പാഠത്തിൽ പറഞ്ഞാണ്. യുൻസബു മഫ്ഊലൻ ലഹുൽ മസ്തറു ഇൻ അബാന തഅലീലൻ കജുദ് ശുക്രൻ വദിൻ. 2ാമത്തേത് ലി ഇന്ന അന്ന ഡാഷ്
വല്യഖുൽ. അത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ് എന്നുള്ള പാഠം 9ാമത്തെ പാഠത്തിലാണ് ഈ ബൈത്തുള്ളത്. ലിഇന്ന അന്നാ ലൈത ലാകിന്ന ലഅൽ കഅന്ന നസ്ബുൻ സുമ്മ റഫ്ഉൻ വല്യുഖൽ. ഇന്ന അഖവാത്തിനെ കുറിച്ച് പറയുന്ന ബൈത്താണ്. ആദ്യത്തേത് മഫ്ഊലുൽ ലഹുവിനെ കുറിച്ച്. അടുത്തത് നക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. തഗദ്ദ, അർത്ഥം പ്രാതൽ കഴിച്ചു. ഹലീബുൻ, പാല്. ഉസ്കുംല, മുക്കാലി സ്റ്റൂൾ. സഅലബുൻ, കൂരൻ. ആസിമ, തലസ്ഥാനം. മത്തറുൻ, മഴ. റിജ്സുൻ, മാലിന്യം. മുദർരിബുൻ, കോച്ച്. ദസ്തൂറുൻ, നിയമാവലി. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലുള്ള തെദ്രീബാത്തുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം തെദ്രീബാത്തിൽ നിന്നെല്ലാം നമ്മൾ എക്സസൈസ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.